നമസ്കാരം. ആപ്പിളിൻ്റെ ഐഫോണുകൾ ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും അവരുടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങുമ്പോൾ അവ വാങ്ങാനും വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആപ്പിളിൻ്റെ ഐഫോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. നമ്മുടെ കൈവശം ഐഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തുനിന്ന് ഏറ്റവും അധികം ജനപ്രിയമായ മൊബൈൽ ഫോണായി മാറിയിരിക്കുന്നത് ഈ ആപ്പിളിൻ്റെ ഐഫോൺ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ പുതിയ സുരക്ഷാ അപ്ഡേറ്റ് പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഇത് മറ്റ് വലിയൊരു ഭാഗം ഉപഭോക്താക്കൾക്ക് വലിയൊരു പണിയായി മാറുന്നു എന്നുള്ളതാണ് ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്ന വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്ന ഈ സുരക്ഷാ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ മാത്രമേ ഇവ ലഭ്യമാവുകയുള്ളൂ. ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ പഴയ മോഡൽ കൈവശമുള്ള പലർക്കും ഇനി അങ്ങോട്ട് അതിൻ്റെ സുരക്ഷ ലഭിക്കുകയില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പഴയ ഐഫോണുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ആപ്പിൾ അവരുടെ സുരക്ഷാ അപ്ഡേറ്റ് പുറത്ത് ഇറങ്ങുമ്പോൾ അതിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് AI സംവിധാനങ്ങൾക്കാണ്. നേരത്തെ ഇറങ്ങിയ ഐഫോണുകൾക്കൊന്നും തന്നെ ഈ സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഈ പുതിയ അപ്ഡേറ്റ് ആ ഫോണിലെ സാങ്കേതിക കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലുമല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആപ്പിളിൻ്റെ സുരക്ഷാ സംവിധാനം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വാങ്ങി വെച്ച നമ്മുടെ കൈവശമുള്ള പല ഫോണുകൾക്കും ലഭ്യമാകുമോ എന്നുള്ള സംശയം വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും ഇപ്പോൾ ഇടവരുത്തിയിരിക്കുകയാണ്. ആപ്പിൾ വല്ലാത്ത പണിയാണ് ഉപഭോക്താക്കളോട് കാണിച്ചത് എന്നാണ് പൊതുവെ എല്ലാവരും ഇപ്പോൾ പറയുന്നത്. നമുക്കറിയുന്ന എല്ലാ മേഖലകളിലും AI പിടിമുറുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ഐഫോണിൽ ഇനി അങ്ങോട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ AI ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഇനി അങ്ങോട്ട് എത്ര സുരക്ഷിതമായ രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴയകാല മോഡലുകളൊക്കെ തന്നെ സുരക്ഷാ സേവനം ആപ്പിൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും 1-2 മോഡലുകളെയാണ് ഇത് നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഐഫോണിൻ്റെ XR, XS എന്നീ മോഡലുകളെയാണ് ഇത് ശരിക്കും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങുന്നവർക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായ സുരക്ഷിതത്വം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് തങ്ങളുടെ കൈവശമുള്ള പഴയ ഫോണുകളിൽ ഇത് ലഭ്യമല്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുത്ത് വാങ്ങിയ ഈ ഫോണുകൾ ഇനി എങ്ങനെ അങ്ങോട്ട് സുരക്ഷിതമായി ഉപയോഗിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുമുണ്ട്. AI അധിഷ്ഠിതമായ പുതിയ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പഴയ ഫോണുകളിലെ ചിപ്പുകൾക്ക് ശേഷിയില്ലാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണമായി മാറുന്നത്. കൂടുതൽ കരുത്തുറ്റ പുതിയ മൊബൈൽ ഫോണുകളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്പനിയുടെ തന്ത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് AI ഉപയോഗിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് അവർ വ്യാപകമായി പരസ്യം ചെയ്യുമ്പോൾ സാധാരണക്കാരായ ഉപഭോക്താക്കളെല്ലാം തന്നെ ഈ പുതിയ സുരക്ഷാ അപ്ഡേറ്റ് സ്വീകരിക്കാൻ നിർബന്ധിതരാണ്. കാരണം ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു ഉപകരണമല്ല. നമ്മുടെ കമ്പ്യൂട്ടറായും അതുപോലെ എല്ലാവിധ ഉപകരണങ്ങളും ക്യാമറയായും എല്ലാം പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ഉപകരണമായി ഇന്ന് മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഈ ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ സുരക്ഷിതത്വം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് കൂടുതൽ AI സംവിധാനത്തോടുകൂടി വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതലായി വാങ്ങും. പക്ഷേ നേരത്തെ വാങ്ങിയ മൊബൈൽ ഫോണുകൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഏതായാലും അടുത്ത വർഷം പകുതിയോടെ 2026 പകുതിയോടുകൂടി ഈ സംവിധാനം നിലവിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഫോൺ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെല്ലാം തന്നെ ഈ പുതിയ സുരക്ഷാ സംവിധാനത്തിലേക്ക്, സുരക്ഷാ അപ്ഡേറ്റിലേക്ക് അവർ മാറേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കമ്പനിയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS 19 പുറത്തിറങ്ങുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ അപ്ഡേറ്റുകളൊക്കെ തന്നെ മാറിപ്പോകും. അതിന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നും ഇത് വലിയൊരു ഭാഗം ഉപഭോക്താക്കളെ ഗുരുതരമായി ബാധിക്കും എന്നും തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ച SR-X, SR-S തുടങ്ങിയ ഫോണുകൾ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകൾക്ക് ഈ പുതിയ സുരക്ഷാ സംവിധാനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ രണ്ട് സാങ്കേതിക സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ പുതിയ അപ്ഡേറ്റ് സ്വീകരിച്ചാൽ പോലും പഴയ ഫോണുകളിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഈ ഫോണുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കാലക്രമേണ ദുർബലമാവുകയും ഹാക്കിംഗ് പോലെയുള്ള ഭീഷണികൾക്ക് സാധ്യത കൂടുകയും ചെയ്യും. മാത്രമല്ല ഈ ആപ്പുകളുടെ പുതിയ പതിപ്പുകൾ ഈ പഴയ മോഡലിലുള്ള പഴയ രീതിയിലുള്ള ഫോണുകളിൽ ഒന്നും തന്നെ പ്രവർത്തിക്കാത്ത അവസ്ഥ എത്തുകയും ചെയ്യും. ഏതായാലും ഐഫോൺ 11 ശേഷം ഇറങ്ങിയ മൊബൈൽ ഫോണുകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും അതിനു മുമ്പ് വളരെ പഴക്കമുള്ള ഐഫോണുകൾക്ക് ഇത് വലിയൊരു
പ്രതിസന്ധിയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഫോഴ്സ് മാഗസീനിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ദശലക്ഷക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നേരത്തെ അതീവ സുരക്ഷ നൽകും എന്ന ഉറപ്പിന്മേൽ തങ്ങൾ വാങ്ങിയ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ പെട്ടെന്നൊരു ദിവസം അതേ കമ്പനി തന്നെ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പലരും പറയുന്നത്. ഇനി കൂടുതൽ പണം മുടക്കി പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനും അല്ലെങ്കിൽ പുതിയ സുരക്ഷാ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്താനും ഒക്കെ തന്നെ തങ്ങൾക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നവും ഇവിടെ ഉയരുന്നുണ്ട്. ഐഫോണുകൾ ഈയിടെ പലതവണ സൈബർ ആക്രമണത്തിന് വിധേയമായതായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചില സ്പൈവെയറുകൾ കണ്ടെത്തിയതായി പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയായിരിക്കാം ഇപ്പോൾ ആപ്പിൾ തങ്ങളുടെ ഐഫോണിനെ ഏറ്റവും സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഇത് ഉപഭോക്താക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം വലിയ വില കൊടുത്താണ് അവർ ഈ മൊബൈൽ ഫോണുകൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്ന അറിയിപ്പ് വരുന്നത് അവരെ വല്ലാത്ത വെട്ടിലാക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്.